എന്നാ സാൻഡിസ്കിന്റെ നമ്മള് മുറി വെക്കുമ്പോ അവിടെ ഇങ്ങോട്ട് വെക്കണം അല്ലേ? ഇതുപോലെ ഞങ്ങളുടെ വീട്ടിലെ ഹാള് അവിടെ തിരിച്ചു വെക്കണം അല്ലേ? അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇത് നല്ല ട്രിബിൾ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. നല്ല ട്രിബിൾ അല്ലേ? ആ മുഴക്കം ഓരോരുത്തരുടെ മനസ്സാണ്. ചിലർക്ക് നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് ട്രിബിൾ എന്നോടാണ് ഇഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ഇടുപ്പ് മാത്രം മതി, പാട്ടൊന്നും തിരിച്ചറിയണ്ട. പാട്ടൊന്നും തിരിച്ചറിയാൻ പറ്റിയല്ല, കൊള്ളത്തില്ല. അതാണ് അതിൻ്റെ സൈക്കോളജി. നമ്മളാ വോക്കലിന് ഒരു വീഡിയോ പിടിക്കട്ടെ. കാഴ്ചയാണ് ഇതൊക്കെ നോക്കിക്കാൻ, ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാൻ. ഒരു ബാസ് ട്യൂബ് കാണിക്കാം. ഇത്രയും ദിവസം നമ്മൾ സ്ക്വയർ ബോക്സിലായിരുന്നു സബ്വൂഫർ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ബാസ് ട്യൂബിൽ എടുത്തിരിക്കുന്നു. സോണിയുടെ ബാസ് ട്യൂബാണ്, ഭയങ്കര കനമുള്ള, ഇതിന് ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇത് സോണിയുടെ എക്സ്പ്ലോറിന് വേണ്ടിയിട്ട് പഞ്ച് ബാസ് ട്യൂബ് എന്നാണ്. ഇത് കണ്ടോ, സോണി പഞ്ച് ബാസ് ട്യൂബ് എന്നാണ് ഇതിൻ്റെ പേര്. സോണി പഞ്ച് ബാസ് ട്യൂബ് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കാം, ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പം അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നല്ല വെയിറ്റാണ്. പിന്നെ ഇതിനകത്ത് ഊളനുണ്ട്, ഡബിൾ ലെയറുണ്ട്. പിന്നെ ഇത് കൂടാതെ മുമ്പ് ഞാൻ കാണിച്ചാൽ ഒന്ന്, എന്നാലും ഇതിൻ്റെ കണക്ഷൻ കണ്ടോ, ഇങ്ങനെ ഞെക്കിയിട്ട് വയറം കയറ്റിയാൽ മതി. പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുക്കണം. ഇതിലാണ് ബാസ് ഹോൾ വരുന്നത്. അങ്ങനെ ഒരു അടിപൊളി സാധനമാണ്. ഈ സാധനവും നമ്മുടെ കൈവശം ഉണ്ട്. ഇതിന് എന്നാ കനമാണെന്നറിയാം, ഭയങ്കര കനമാണ്. പിന്നെ അതിൻ്റെ
3 വേ സ്പീക്കറും കൂടെ. അതിൻ്റെ ഒരു പാട്ട് ഇട്ടേടാ കേൾക്കട്ടെ, ഒറിജിനലായിട്ട് ഇട്ടേ. ഇവിടെ കൊണ്ടൊന്ന് എടുക്കണേ. Girls, you can ask them. Girls, you can ask them. കണ്ടോ? ഇത് പോയാൽ അതുകൊണ്ടൊന്നും കിട്ടിയത്, പക്ഷെ ഇതുകൊണ്ടില്ല. സാൻഡിസ്കാത് ഓരോ സാധനം കിട്ടുമ്പോൾ മേടിച്ചു. ഞാനിത് മേടിച്ച് വെക്കണമെന്ന് തോന്നുന്നു. 32 GB അത്. ആ വണ്ടിയിലാ നല്ല ഒതുക്കിയിരുന്നുള്ളൂ. ചെയ്തു വയറ് ഇതാ ചേട്ടനുള്ള ഇത് പോയി ഞാൻ ചേട്ടനോട്. സ്പീക്കർ 5 അല്ലേ ഉള്ളത്. അതിൽ 2 സ്പീക്കർ എടുത്തിട്ട് അതിൻ്റെ ഓംസ് എത്ര എഴുതിയിരിക്കുന്നു പുറകിൽ ആ അത് എത്രയാണ് ഇതിൻ്റെ ഓംസ് എടുക്കുക. നമുക്ക് 8 ഓംസ് കിട്ടുന്ന രീതിയിൽ കൊടുക്കുക. ചെന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഇങ്ങനെ പാരൽ കൊടുക്കണം, അല്ലെങ്കിൽ സീരിയൽ കൊടുക്കണം. സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു സ്പീക്കറിൻ്റെ ഇപ്പോൾ ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പം നേരെ തിരിച്ച് ഒരു റൈറ്റും ഒരു ലെഫ്റ്റും കൂടെ കണക്ട് ചെയ്യുക, ഇൻസുലേഷൻ കൊടുക്കുക. പിന്നെ 2 എണ്ണം മിച്ചം വരുമല്ലോ, 2 എണ്ണം മിച്ചം വരുന്നു. ആ 2 എണ്ണം മിച്ചം വരുന്നിടത്ത് സ്പീക്കറോട്ട് കൊടുക്കുക. ഉദാഹരണം 2 പേര് നീ ചേർന്ന് നിന്ന് ഇവൻ്റെ അടുത്തോട്ട് ചേർന്ന് ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടോ, നീ ചേർന്നല്ല ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ 2 പേരും നിങ്ങൾ 2 പേരും ലെവലിൽ നിന്നേ. പെട്ടെന്നൊരു ഡെമോ കൊടുക്കട്ടെ, ഒരു ലെവലിൽ നിന്നേ. അതൊക്കെ എടുക്കാന്നേ. നീ ഇപ്പോൾ വീഡിയോ പറയട്ടെ, ഞാൻ ഈ ചേട്ടന് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഇതിപ്പോൾ അവൾ നിന്നു, നിൻ്റെ ഇടതുവശം ഇത്, വലതുവശം ഇത്. ഓക്കെ, നിൻ്റെ വലതുവശം ഇത്, ഇടതുവശം ഇത്. ശരിയാണല്ലോ. അപ്പോൾ 2 പേരുടെയും കാല് തമ്മിൽ കൂട്ടിക്കെട്ടുക.
ഒരാളുടെ ഇടതുവശത്തെ കാലും ഒരാളുടെ വലതുവശത്തെ കാലും തമ്മിൽ കൂട്ടിക്കെട്ടുക. കെട്ടിയതിന് ശേഷം ഒരാളുടെ ഇടതുവശത്തെ കൈയും വലതുവശത്തെ കൈയും കൊണ്ട് ആംപ്ലിഫയറോട് കൊടുക്കുക. അപ്പോൾ പാട്ട് കൊടുക്കും. ഇനി സംശയം എന്തെങ്കിലും ഉണ്ടായി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയെ നിർത്തുക. അതുപോലെ പിന്നെ അരിക്കണ്ട, അവിടെ ഇൻസുലേഷൻ ചുറ്റിയാൽ മതി. ഇത് കൂടുതൽ വേണ്ടല്ലോ, ഒരു സംശയം വരരുത്. അപ്പോൾ കൊടുത്തു, ഇത് കൊടുത്തു. അതിൻ്റെ 2 പോസിറ്റീവ് എടുത്ത് ഒന്നിച്ച് കൊടുക്കുക, നെഗറ്റീവ് എടുത്ത് ഒന്നിച്ച്. പാരൽ കണക്ഷൻ. മറ്റേ സീരീസ് കണക്ഷൻ. മീറ്റർ വെച്ചല്ലേ ഇട്ടിരിക്കുന്നത്. മോട്ടോറോളയുടെ സൗണ്ട് ബാറ് നമ്മൾ TV20 കണക്ട് ചെയ്യുകയാണ്. എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയാം. ഇത് ഒട്ടിക്കുമ്പോഴേ ഇങ്ങനെ ഒട്ടിക്കുക. അത് ഇവിടെ ചേർത്ത് ഒട്ടിക്കണേ. ഈ പേര് പോകുന്നത് കേട്ടോ. ഇതാരോ ഒട്ടിച്ച്? അവളായിരിക്കും. ഇത് നീയാണോ കൊച്ച ഒട്ടിച്ച്? ഇനി വന്ന് ഇത് പൊളിച്ച് കളഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് ഒട്ടിയില്ലേ. ശരിയാതെ നീ ഇനി ഒട്ടിക്കണ്ട കേട്ടോ. എല്ലാം ചേരിച്ചും മറിച്ചും അതിന് കളഞ്ഞാൽ പ്രശ്നമാണല്ലേ. ഡീസൽ എടുക്കേണ്ടി വരും. ഓക്കെ, എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ. പറഞ്ഞു സാറ് ഇത് തമ്മിൽ നോക്കി എന്തായാലും വ്യത്യാസമുണ്ടോ? ആർക്കും മനസ്സിലായാലും ഞാൻ പെട്ടെന്ന് ആ വോളിയം കൺട്രോൾ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇതെല്ലാം അതിൻ്റെ കാശ് പോയി കിടക്കുന്ന പൈസ കുറഞ്ഞത് എടുത്തിട്ടേ പകുതി എണ്ണം കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ ആ നല്ല സാധനം ഞാൻ ഒരു 3 വർഷമായിട്ട് വിൽക്കുന്ന ഒറ്റ പീസ് ഇതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഉള്ളേ മാറ്റം അപ്പുറം ആ സൈഡിലോട്ട്, അവിടെ സൈഡിലോട്ട്. ആ ശരി ചേട്ടാ. സബ്ബൂഫർ സാറേ, ഇത് സബ്ബൂഫറിൻ്റെ ഓളിയോ. അത് നമുക്കൊരു ഫുള്ള് കൊടുത്താലും കുഴപ്പമില്ല. ഇത് ബാസ്, സ്പീക്കറിൻ്റെ ട്രിപ്പിള്. ഈ ഇരിക്കുന്ന സബ്ബൂഫറിൻ്റെ ഓളിയോ ആണ് ഇത് രണ്ടും. ഇത് അതിൻ്റെ സബ്ബൂഫറിൻ്റെ ഓളിയോ, ഇത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഓക്കലും കൂടെ കയറി വരും, പവർ ഒന്നുകൂടെ കൂട്ടും. അപ്പോൾ ആ സബ്ബൂഫർ ചെറിയതായതുകൊണ്ട് ഫ്രീക്വൻസി ഒത്തിരി കൂട്ടി കൊടുക്കാതിരിക്കുക, നല്ല പകുതി കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു. അത് ഒട്ടും കൊടുത്തില്ലേലും ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇത് മെയിൻ ഓളിയം, ആ കുഞ്ഞ് സ്പീക്കറിൻ്റെ, അതായത് നമ്മുടെ സൗണ്ട് ബാറിൻ്റെ മെയിൻ ഓളിയം. ഇനി സൗണ്ട് ബാറിൻ്റെ ബാസ്, സൗണ്ട് ബാറിൻ്റെ പിന്നെ ട്രിബിള്. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ട്രിബിള് ഫുള്ള് കട്ടായി. ബാസ് കട്ട് ചെയ്യണേ, ഇത് ബാസ് കട്ടായി. ഇപ്പം നമ്മൾ മറ്റേത് ഓഫ് ചെയ്തിരിക്കുക, മറ്റേ സബ്ബൂഫർ വർക്ക് ചെയ്യുന്നില്ല, ആ കുഞ്ഞ് സ്പീക്കർ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ട്രിബിള് ഇത് ട്രിബിൾ അത്ര ട്രിബിളാണ് അതിൻ്റെ ബാസ്. ഇത് നമ്മുടെ വിദഗ്ധന്മാരായ ഹോട്ടൽ നടത്തുകാർ ഈ 12 പൗണ്ടിന് ഒരു 6 പൗണ്ടേ കൊടുക്കുകയുള്ളൂ. കാരണം ഇവൻ പണിയില്ലാതെ എൻ്റെ തിരിഞ്ഞ് നടക്കുക. 6 പൗണ്ടേ കൊടുക്കുള്ളൂ. ഈ 6 പൗണ്ട് അക്കൗണ്ടിൽ കൊടുക്കാൻ പറ്റിയല്ലാത്തത് കൊണ്ട് കൈ കൊടുത്തങ്ങ് വിടുക. അങ്ങനെ പിള്ളേരെ പറ്റിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പണ്ടൊരു ഞങ്ങളുടെ സുഹൃത്തായിരുന്ന ഒരു പെങ്കൊച്ച്, അവൾ ഒരു 10-12 വർഷമായെന്ന് തോന്നുന്നു UK പോയിട്ട്. അവൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പം അവൾ പറയാതെ അവൾ 10 വർഷം പാത്രം കഴുകുമായിരുന്നു. ഹോട്ടലിൽ പാത്രം കഴുകുമായിരുന്നു. അപ്പോൾ ഇവളെ കണ്ട ഇച്ചിരി കളറൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകാനെ സപ്ലൈക്ക് പോലും അവളെ നിർത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ആരും മിടുക്കി കൊച്ച. ഇപ്പം അവിടെ എന്തോ ജോലിയാവും. അപ്പം കയറ്റി വിട്ടപ്പോൾ അപ്പം പറഞ്ഞത്, മോളെ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ ലോൺ എടുത്താൽ നിന്നെ കയറ്റി വിടുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക് ലോണാണ്, വസ്തുവും വീടും എല്ലാം പണയം വെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ അവിടെ ചെന്ന് ജോലി മേടിച്ച് ആ കടമെല്ലാം വീട്ടണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ പാത്രം അത് ഓർക്കുമ്പോൾ സ്പീഡ് ഞാൻ പാത്രം കഴുകുന്ന അവൾ പറഞ്ഞു. വല്ല ആവശ്യമുണ്ടോ? നല്ല പാട്ടുകാരി, ഇവിടെ ഉഗ്രം പാട്ടുകാരി അവൾ. എന്നാ രസമാണെന്നറിയാം അവൾ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ട് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എന്തുണ്ട് പാട്ടൊക്കെ. അവളുടെ ജീവിതം അവൾ പറയാതെ 10 കൊല്ലം അവിടെ കിടന്ന് നരയിക്കുമായിരുന്നു 10 വർഷം. പണ്ട് ധൂർത്തപുത്രം പോയ പോലത്തെ അവസ്ഥയായത്. പണ്ട് ധൂർത്തപുത്രം പോയിട്ട് പന്നികളുടെ കൂടെ കിടന്ന് പന്നിയുടെ തീറ്റയും തിന്നിട്ട് അവസാനം അപ്പൻ്റെ വീട്ടിൽ തിരിച്ചു വന്ന കഥയുണ്ടല്ലോ, അത് തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായി. അതായത് കയറിപ്പോയവൻ പറ്റിയ അവത്തം ഇന്ത്യയിലാണ്. അവൻ പറയും, നീ ഇഞ്ഞ പോരെ,
നീ UK കാല് കുത്തിയാൽ മതി, നീ കാനഡയിലോട്ട് കാല് കുത്തിയാൽ മതി, നീ രക്ഷപ്പെട്ടു. കേരളോ അവിടെ എന്നാ കൂട്ടക്കായോ ഉള്ളത്? അവിടെ എന്നാ ഉള്ള പമ്പുണ്ടോ, ഡാൻസ് ബാറുണ്ടോ, കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റുമോ? കഞ്ചാവ് കാനഡയിലൊക്കെ നിയമപരമാ, ഒരു കുഴപ്പമില്ല, നീ കയറി പോരാനാണ് പറയുന്നത്. ഇവിടെയെല്ലാം കഞ്ചാവ് പിടിച്ചാൽ കുഴപ്പമുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഈ പിള്ളേരെ മുഴുവൻ അവിടെ കയറ്റി ചെല്ലും. This channel is not subscribed by you. To opt for this channel. മൂഡ് സ്പോയിലാക്കൊന്നും ഞാൻ അറിഞ്ഞില്ല. ആര് പറഞ്ഞു മൂഡ് പോയി? To feed the colony for the rest of winter. എപ്പോഴും കറണ്ട് പോയിരിക്കണം. ആ ഷോക്ക് അടിക്കുമായിട്ടൊന്നും അല്ല, ഷോട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടായാലും അതിന് ഡാമേജ് ഷോക്കായിട്ട് തന്നെയാ, നീ ചത്തുപോകും. ഉള്ള വിവരം അവൻ പറഞ്ഞു, ചത്തൊന്നും പോരാ, കറണ്ട് ഊരാതെ നീ അത് കോമാ സ്റ്റേജിൽ കിടക്കുകയുള്ളൂ. ചത്തുപോയാലും രക്ഷപ്പെട്ടിട്ട്. ആ ചാകിയല്ല കേട്ടോ, കോമ സ്റ്റേജിൽ കിടന്നോളൂ. ഏതായാലും ജിൻസിക്ക് നല്ല ഒരു ഉഷാറായി ഇവര് വന്ന പിന്നെ. പേടിപ്പിച്ചാലേ എന്നെ വെക്കിട്ട് കയറേണ്ട കാര്യമില്ല, ഇവിടെ വെക്കിട്ട് കയറാലോ. ഒരു ഹലോ, ആ പറഞ്ഞോ. ആ ആ ഇത് വാട്സാപ്പ് ഉള്ള നമ്പരാ. ഓക്കെ, അല്ല മോൻ ഇട്ടോ, ഞാനിവിടെ ഇച്ചിരി തിരക്കുള്ള ആളാണേ. നമുക്ക് ഈ നമ്പറിൽ സേവ് ചെയ്തിട്ട് എന്നാ പറ്റി വണ്ടിക്ക്? അത് ഗ്ലാസ് ആണേ, തെലങ്കാനം വെച്ച് കാണിക്കാം. ആ അറിയത്തില്ല, അതേലും ഒട്ടിച്ചു തരാം. അറിയത്തില്ല, അതിനെത്ര രൂപ ആവും? ആ ചോദിലോ, എന്തെങ്കിലും ചെറിയ പൈസ അല്ലേ വരുള്ളൂ, അത് 100. ഓക്കെ, അത് മനസ്സിലായി, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കേബിള് ഇവിടെ കൊടുക്കണം. ഓക്സ് എന്ന് എഴുതി അവിടെ എന്നാ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്ത മേനെ. ഓക്സിനിൽ അത് കൊടുക്കണം. ഒരു സമയത്ത് ഒരെണ്ണേ വർക്ക് ചെയ്യുള്ളേ. പെൻഡ്രൈവ് ഊരെണ്ണം അടുത്തത് കൊടുക്കണ കണക്ഷൻ മാറ്റിയിട്ട്. ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ നോക്കാനുണ്ടോ? അതിനകത്ത് റെഡും വൈറ്റും പോലും ടാറ്റ പഴയ എഴുതി വെച്ചോ? വരാൻ പോകുന്ന ഒരു ഭീകരമായ ഒരു ദുരന്തമായിരിക്കും. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യും. ടാറ്റ അടുത്ത് ലോഞ്ച് ചെയ്ത ഐക്കോണിക് SUV ആയ സിയറയുടെ അഡ്വർടൈസ്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ആ ഐക്കോണിക് SUVയുടെ ലെഗസി അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ കുത്തണ്ട. ഹലോ, ആ ഒറ്റ ഇത് തന്നെ 4820 തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇത് മോനെ വണ്ടിയെ വെച്ച് കൊടുത്താൽ മോനെ വണ്ടി അത് ഇതിന് വാറണ്ടി എങ്ങനെയാണ്? വാറണ്ടി വർക്കിംഗ് വാറണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ ഈ സപ്ലൈ ചെയ്യുന്നവരൊരു വാറണ്ടിയും തരുന്നില്ല. ഈ പവർ സപ്ലൈക്ക് ഇല്ലായിരുന്നു, ഇന്നലെ ഞാൻ പവർ സപ്ലൈ വാറണ്ടി ഉള്ളത് നോക്കി മേടിച്ചാൽ. അപ്പോൾ ഇരട്ടി വിലയാണ് മേടിക്കുന്നത്. AC കൊടുത്തോ നീ? കറണ്ട് കൊടുക്കണ്ടേ? ആ അതൊന്ന് 2 പേരെ മതിയല്ലോ.
ആ 2 വയർ മതി. എടാ നമ്മുടെ സ്പീക്കർ വയർ ഗേജ് ഉള്ളത് എടുത്തിട്ട് കൊടുത്താൽ മതി. അതെ, ഇത് ഊരിക്കോ. ഇതേ സപ്ലൈ കൊടുക്കണം. നീ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല. എടാ നമ്മുടെ AC തേപ്പൂട്ടിയുടെ AC കോഡ് എടുത്തോണ്ട് പോവാ. കണക്ട് ചെയ്തോ? അത് കണക്ട് ചെയ്തു. ഇനി അത് 2 വയർ വേണ്ടതാണ് പുള്ളി പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് 2 വയറും കൊടുത്താൽ മതി. ഇത് AC എന്ന് വരുന്നതിന് ഇറത്തൊന്നും വേണ്ട. ആ നല്ല വയറെടുത്തു, ഒരു ഗേജ് ഉള്ള വയർ. വണ്ടി കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാമല്ലോ. ആ അതെടുത്തിട്ട് നീ ഒരു ആ ഇതിനൊരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ എടാ ഇത് ഓണാണെങ്കിൽ ഗ്രൗണ്ട് പോസിറ്റീവ് നീ അയച്ചെടുത്തു. 3 വയർ വേണം. ഇത് 2 കൊടുത്താൽ ഇത് ഓണാകല. ഇത് കൊണ്ടേ പോസിറ്റീവ് എങ്ങാണ്ട് കൊടുത്താലേ ഇത് ഓണാവുള്ളൂ. നീ ഇത് അയച്ചു 3 വയറെടുത്തു, അല്ല 4 വയറിട്ടു. 2 വെച്ചല്ലേ? അതെ അതെ, അത് സത്യം. രാത്രിയിലും പകലും ഉറക്കമില്ല. ഇത് നല്ല ഇരുത്തോളല്ലേ. മതി മതി മതി. വയറെന്തായാലും നീളം വേണമെന്ന് ചോദിച്ചിട്ടേ. മതിയോ? അത്ര അടുത്താ വെക്കുന്നു. അതെടുത്തു. അല്ല മറ്റേതെടുത്തു, ഫിനോലെക്സിൻ്റെ എടുത്തു. സ്റ്റിഫ്നെസ് ഉള്ളത് അതെടുത്തു. അതല്ല, ഫിനോലെക്സിൻ്റെ കേബിളില്ല റോള്. ഈ നീളത്തിലൊരു കുഞ്ഞു വയർ ഇതാ, 2 സൈഡോ ഇൻസുലേഷൻ കളഞ്ഞു. അത് ഇത്രയും നീളത്തിലൊരു കുഞ്ഞു വയർ. ഈ വയറൊന്നും വേണ്ട, എന്നതിലും ഒരു വയർ മതി. അത് സ്വിച്ചിങ് അത് മതി. അറിയാം അല്ലേ? ഏത് കമ്പനിയുടെയാ ഇത്? കാഞ്ഞിരപ്പള്ളി. ശരി. നമ്മുടെ വീട്ടില് ഒരു 44 LED ഇരിക്കുന്നത് പാലിൽ പോയതാ. ആണോ? അല്ലേ? ഒരു 10 വർഷത്തോളം വെളിയത്ത് ജീവികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പിന്നെ ഇവിടുന്ന് റാന്നി ബാംഗ്ലൂർ കല്ലട ബസ്സായിരുന്നു. 15 വർഷം വെളിയത്ത് ജോലി ചെയ്തിട്ടുണ്ടോ? ഈരാറ്റുപേട്ട. ഓക്കെ. നമുക്കൊരു കട മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു, വണ്ടിപ്പെരിയാർ. BPL ഷോറൂമിൽ BPL ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടി വണ്ടിപ്പെരിയാർ കട വാങ്ങിയത്. നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിഞ്ഞ് പോയി 10-15 കൊല്ലം കട തന്ന. അല്ല, അവര് മുതലാളിമാര് തമ്മി നെഗറ്റീവ് എടുത്ത് നെഗറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് എടുത്ത് പോസിറ്റീവ് കൊടുക്കുക. ഓണാക്കുന്ന മുമ്പ് എന്നെ കാണിച്ചാൽ മതി. അന്ന് ഡിഷ് പിടിപ്പിക്കുക, അന്യ പിടിപ്പിക്കുക പറഞ്ഞാൽ ഭയങ്കര പരിപാടിയല്ലേ. ഒരു ഏത് അതാ കൊടുത്തേരെ, അയക്ക് കൊടുത്തേരെ. വേറൊരു തുണ്ട് വയറിടന്നേ, അത് കളയാതെ വേറെ ഉപയോഗിക്കാൻ കൊടുത്ത്. നീ ഒരു ചെറിയ വയറെടുത്തിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ തരുന്ന ട്രോയ്ക്ക് അത് കിടക്കുന്ന ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി, കളരിക്ക് പുറത്ത്. അങ്ങനെയാണോ? അതൊക്കെ അവൾക്കറിയാം, കാരണം അവളുടെ തന്നെ സ്വഭാവമായതുകൊണ്ട്. അത് പലപ്പോഴും ആശാൻ അവളോട് പറഞ്ഞിട്ട് കാണും. ഈ ലൈറ്റ് കത്തണ്ടല്ലേ ഇവിടെ? വർക്കിംഗ് ആയിരുന്നോ അത്? പിന്നെ വണ്ടി മാറിയത് മാത്രമേ ഉള്ളൂ. ടവേറെ കൊടുത്ത് ഇന്നോവ എടുത്തു. ഇന്നോവയിൽ ഇതൊക്കെ വെച്ചാൽ നാണക്കേട്. എന്നാലും എൻ്റെ പവർ സപ്ലൈ ഓണായി, പച്ചയും കത്തി, ഫാനും ഓണായി. ആണോ? ഇതിനെ നോക്കട്ടെ. എന്ന് വർക്ക് ചെയ്തു? ഇത് എത്ര വോൾട്ട് ഉണ്ടെന്ന് എത്ര വർഷം മുമ്പ്? വർഷമൊന്നുമല്ല, മാസം. അല്ല, എടാ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി പോസിറ്റീവ് കൊടുത്തു നോക്കട്ടെ. പോസിറ്റീവ് ആണോ കൊടുക്കേണ്ടത്? അതെ, പോസിറ്റീവാണ് കൊടുക്കണ്ടേ. ക്ലാസ് കിട്ടും. ക്ലാസ്സൊന്നും പൊട്ടിയില്ല. കറണ്ട്
ലൈറ്റ് കത്തി കേട്ടാ. ലൈറ്റ് ഒന്നും കത്തിയില്ല, പക്ഷേ ഊഫറൊന്നും ഓണായി. ലൈറ്റ് എവിടെയാണ് വരുന്നത്? ലൈറ്റ് ഇല്ലായിരുന്നു കുഞ്ഞെ. എടുത്തോ റിയൽ ലൈറ്റ് ഉണ്ട്. അവിടെ ഒന്നും ഇല്ല. ഇത് ആംബിയറാ. അതെ ലൈറ്റ് ഉണ്ടല്ലോ കേട്ടോ. സാധനം ഓണായിട്ടുണ്ടല്ലേ. അത് സപ്ലൈ ഇരിക്കടാ. ഇത് നെഗറ്റീവേലല്ല, പോസിറ്റീവേല കൊടുക്കുന്നത്. സാറ് സർവീസില്ല, പിന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നാ എരുമ്പ വിളിച്ച ആളാണോ? തൃശ്ശൂര്. എന്നാ എങ്ങനെയാ വേണ്ടേ? ബോക്സ് അവിടെ ചെയ്താൽ പോരെ, അതല്ലേ ലാഭം. ഓക്കെ ശരി. അപ്പം തന്നെ അത് അയച്ചേരെ. 2 സെറ്റ്, ഒരു സബൂഫറും ഒരു സ്പീക്കറും എടുത്ത് ബില്ല് മേടിച്ച് ഇന്നലെ അയക്കണേ. അഡ്രസ്സ് ഒന്നുകൂടെ ഒരു ഹായ് വിട്ടാരെ. ഹായിയെ വാട്സാപ്പിൽ. അല്ല, ഒരു ഹായ് വിട്ടാരെ, പുതിയതായിട്ടൊന്ന് പൊങ്ങി വരാൻ. ഓളയും കൂട്ടിക്കും. ഇത് പ്രസ് ചെയ്യരുത്, ഗ്ലാസ് ആണ് അടിയിൽ. നിലത്തെങ്ങാനും വെച്ചോ, ഗ്ലാസ്സെല്ലാം പൊട്ടി താഴ്ചയിടും. അദ്ദേഹത്തിന്റെ കാതിലൊന്നും കയറില്ല. ബാസ് ആയതുകൊണ്ട് അത്ര വരുള്ളൂ, സൗണ്ട് ഇല്ലല്ലോ. ഇത് ഗൂട്ടാറ് ഊരിയിട്ട് കേട്ടോ, നല്ലപോലെ മുറുക്കിയിട്ടുണ്ടോ. എ സിക്ക് വിട്ടാറ്, ഡി സിക്ക് വിട്ടാറ്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. മെറ്റലാ, ഷോക്ക് അടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാ. ഒരു ഷോക്കിന്റെ കുറവുള്ളവർക്കൊക്കെ ഉപകാരം. അങ്ങനെയൊന്നുമില്ല, ഇവിടെ പിടിച്ചാൽ മതി. ഗ്ലൂ ഇട്ടാരെ ഉപകാരപ്പെടും. കൊച്ചേ പോയി പിടിച്ചേക്കല്ലേ. ഇല്ല, പിടിച്ചാലും കുഴപ്പമില്ലാത്ത പോലെ അവിടെ പശിയിടാൻ പോകും. ഓക്കെ, പെട്ടെന്ന് പണി തീർക്കട്ടെ. എനിക്ക് ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു അല്ലേ? വെളിയത്ത്. അത് ഈരാറ്റുപേട്ടന്ന് മറ്റേ പിന്നെ പൂഞ്ഞാർ തീക്കോയ്ക്ക് പോകുന്ന വഴിക്കോ? അല്ല, ഓരോ റോഡാ. ഓക്കെ. എനിക്കറിയാം, ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ശരിക്കും അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു. 5 പേരുണ്ടായിരുന്നു. ഓ, വെളിയത്തെ ഏജൻസീസ്. അത് മുസ്ലിംസ് ആയിരുന്നു. പക്ഷെ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന കടയാണ്. ഇപ്പോഴും വെളിയത്തോട് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ വെളിയത്ത് പ്രൈവറ്റ് ഓപ്പോസിറ്റ് ഒരു ബേക്കറി, അല്ല ഒരു ഡ്യൂട്ടി പെഡ് ഷോപ്പ്, മൊബൈൽ കട, അങ്ങനത്തെ സ്പീക്കർ സിസ്റ്റവും എല്ലാവരും ചെറിയ അപ്ലയൻസ് പോലെ ഉണ്ട്. വെളിയത്തിലെ ഒരു പാർട്ട്ണർ നടത്തുന്നുണ്ട്, ഒരാൾ ആഷിഖ് എന്ന് പറഞ്ഞ. ശരിക്കും അന്ന് ടി വി ഒക്കെ, പിന്നെ അവസാനം ടി വി ഒക്കെ LED മാറിയ സമയത്തായിരിക്കും അവരൊക്കെ നിർത്തിയത് അല്ലേ? LED മാറുമ്പോഴത്തേനും ടി വി കടന്നു പോയി. അല്ലാതെ ഈരാറ്റുപേട്ടയില് ഒരു ഒറ്റ കടയുള്ളായിരുന്നു. വെളിയത്ത് ഒറ്റ കടയുള്ളായിരുന്നു. ഈ കട തന്നെ ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, പാതാമ്പുഴ, ഈ തീക്കോയി ഉള്ള എല്ലാ ആൾക്കാർക്കും ഉള്ള ടി വി സപ്ലൈ ചെയ്യാൻ അവർ മതിയായിരുന്നു. മേടിക്കാൻ വെളിയത്തായിരുന്നു വരുന്നത്. അത്ര ഫേമസ് കടയായിരുന്നു, മനസ്സിലായില്ലേ? ഇനി വെളിയത്ത് ഇല്ലെങ്കിൽ പിന്നെ കാഞ്ഞിരപ്പള്ളിക്ക് വരുവുള്ളായിരുന്നു. പിന്നെ പാലാ ഗായത്രി ഉണ്ടായിരുന്നു. ഗായത്രി. അങ്ങനെ വിരലെണ്ണാവുന്ന കടകൾ ഒരു കാലത്തുള്ളായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇന്നിപ്പോൾ വലിയ കടകളായി. വലിയ കടകളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ കടകളായി. അപ്പോൾ ചെറിയ കടകളൊക്കെ ഓട്ടോന്നോരായിട്ട് നിന്ന് പോയി. സംസ്കാരം മാറി, വേറെ രീതിയിലായി പർച്ചേസും കാര്യങ്ങളൊക്കെ. ഇന്ന് മുതലാളിമാർ കടയിലില്ല, തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. മേടിക്കുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവും ഇന്ന് ഒരു കടയ്ക്കുമില്ല. കേടായ കമ്പനിക്കാരനെ വിളിക്കുക, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പണ്ട് അങ്ങനെയല്ല, ഓരോ കടയിലും മുതലാളിമാരുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തീർത്തു കൊടുക്കുന്ന ഈ കടക്കാർ തന്നെയായിരുന്നു. അതുകൊണ്ടൊരു സാധനം കംപ്ലൈൻറ്റ് വന്നാൽ അത് റെഡിയാക്കി കിട്ടുമായിരുന്നു. ഇന്ന് ആർക്കും അങ്ങനെയുള്ള ഒരു ബാധ്യതയേക്കാൻ താല്പര്യമില്ല. എല്ലാവരും സാധനം വിൽക്കുന്നു, പോക്കുന്നു. മേടിച്ചോണ്ട് പോയാൽ പിന്നെ ടോൾ ഫ്രീ വിളിച്ചോണം, ഉണ്ടാക്കിക്കോണം. കടക്കാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല. അതാണ് ഉണ്ടായ ഒരു പ്രധാന മാറ്റം. കാരണം മുതലാളിയായിട്ട് കാണുന്നില്ല, മുതലാളി കസ്റ്റമറെ കാണുന്നില്ല, മുതലാളി പൈസ മാത്രമേ കാണുന്നുള്ളൂ. മറ്റേത് ഞങ്ങൾ പൈസയും കാണുന്നുണ്ട്, ഇത് മേടിച്ച മനുഷ്യൻ്റെ ബുദ്ധിമുട്ടും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നന്നാക്കിച്ച് നമ്മൾ കൊടുക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? പിന്നെ നമ്മൾ ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ആൻറ്റിനയൊക്കെ 3 ആൻറ്റിനയൊക്കെ പിടിപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പൈപ്പും ചുവന്ന് വലിയ ജീപ്പേ കെട്ടിയല്ലേ പോകുന്ന ടി വി ആയിട്ട്. എന്തൊരു സംഭവമായിരുന്നു. നമ്മൾ പല സ്ഥലം ചെല്ലുമ്പോൾ ചിലപ്പോൾ പൈപ്പൊക്കെ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു. ഈ പൈപ്പ് വെൽഡ് ചെയ്യാൻ വേണം, ടൗണിൽ വരണം. അതെ. പിന്നെ ഇത് താന്നു പോകാതെ നെറ്റ് ബോൾട്ട് വെക്കണം.
ഈ ആൻറ്റിന പിന്നെ തിരിക്കണം കേബിൾ. കയറാൻ ഒരാളെ കൊണ്ടുപോകണം. അതെ 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 അതെ, അല്ലെങ്കിൽ മരത്തെ കയറണം, ആഞ്ഞിലിയിലൊക്കെ കയറ്റിയാണ് കിട്ടുന്നത്. ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു കാലത്ത് ശരിക്കും. ഇപ്പം മാറിയിട്ട് തന്നെ ആയി, മൊത്തം ഓൺലൈനായി. മറ്റേ ഡിഷ് വരുന്നിടം, വലിയ ഡിഷ് വന്നപ്പോൾ കുറച്ച് മാറ്റം വന്നു, എന്നാലും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ D2H എന്ന് പറഞ്ഞ കുഞ്ഞ് ഡിഷ് വന്നപ്പോഴാണ്. വലിയ ഡിഷ് വന്നപ്പോൾ അനലോഗ് റിസീവർ പിള്ളേരോ വീട്ടിലുള്ള ആരെങ്കിലും പ്രായമുള്ളവർ തൊട്ടാ സാധനം പോയി. അതെ അതെ, പിന്നെ അത് ട്യൂൺ ചെയ്തെല്ലാം എടുക്കണം. ആ ബുദ്ധിമുട്ടെല്ലാം മാറി, കേബിളായി, എല്ലാം ആയി, മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നു. എന്താണേലും ഇന്ന് ഇവിടം വരെ എത്തി. TV എന്ന് പറയുന്ന സാധനം തന്നെ ഇനി വരുവോ പോവുമോ എന്നറിയാതെ അതല്ലാതെ ഇപ്പം നിൽക്കുക. അതാ പറഞ്ഞത്, TV എന്ന് പറഞ്ഞ സാധനം നിൽക്കുവോ പോവുമോ എന്നറിയത്തില്ലാത്ത കണ്ടീഷനിൽ നിൽക്കുകയാണ്. ചെറിയ വലുപ്പത്തിൽ തന്നെ പ്രൊജക്ടർ വന്നു. അതെ അതെ, പ്രൊജക്ടർ ഉപയോഗിക്കുക. അപ്പം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വലുതായിട്ട് കാണണമെന്ന് പുതിയ തലമുറയ്ക്കില്ല. പുതിയ പിള്ളേർക്കെല്ലാം ചെറിയ മൊബൈലേ കാണുന്നതാണ് ഇഷ്ടം. അവരങ്ങനെ കണ്ട് ചെറുപ്പം മുതൽ ശീലിച്ചതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു ബിഗ് സ്ക്രീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. തിയേറ്ററിൽ തന്നെ ആണേലും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, തിയേറ്ററിൽ തന്നെ ആണേലും ഇപ്പോൾ പുതിയ പിള്ളേരൊന്നും വലിയ പടം കാണാൻ വരുന്നില്ല. ഒന്നാമത് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം അവിടെ പോയി. കാരണം തിയേറ്ററിനകത്തെല്ലാം ക്യാമറ വെച്ചു. ക്യാമറ വെച്ചതോടുകൂടി പിന്നെ പടം കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്നത്, പിന്നെ അവരുടെ ഫ്രീഡം പോയി. പിന്നെ റോഡ് സൈഡിൽ എവിടെ വേണേലും ഇപ്പോൾ ഇരിക്കാം. പിന്നെ എന്തിനാ തിയേറ്ററിൽ പോയിരിക്കുന്നത്? നമ്മുടെയൊക്കെ കാലത്ത് തിയേറ്ററിൽ പോകണമല്ലോ ഇച്ചിരി ഇരുട്ട് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ആ കാലമൊക്കെ മാറി. ഇപ്പം വേറൊരു സ്റ്റൈലാണ്, യൂറോപ്യൻ സ്റ്റൈലാണ്. എല്ലാവരും വിദേശത്താണ്, ആൾക്കാരും വിദേശ സ്റ്റൈലിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മോൻ്റെ പേരെന്നാ മോനെ? എന്തോ? ഉദയകൃഷ്ണൻ. ആ, നല്ല മിടുക്കനായിട്ട് പറയണ്ടേ. അപ്പോൾ ഉദയകൃഷ്ണൻ എത്രാം ക്ലാസ് വരെ എത്തി? 5ാം ക്ലാസ്സിലെത്തി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? SNBയിലാണോ? SNBയിലെ ജോസിറ്റ് സാറിനെ അറിയോ? ജോസിറ്റ് സാറിനെ, ഡ്രില്ല് സാറിനെ അറിയോ? അവൻ ഇന്നോവയും വരും, അംബാസിഡറായാലും വരും. ചിലപ്പോൾ അവൻ നടന്നും വരാൻ ചാൻസ് ഉണ്ട്. ആ, വെള്ള ഇടും, കറുപ്പ് ഇടും. അതെ അതെ, അതാരാന്നറിയാവോ? അത് ജോസിറ്റ് സാറ്, എൻ്റെ ചേട്ടനാ അത് ജോസിറ്റ് സാർ. അതാ ചോദിച്ചത്. SNBയിലാന്ന് പറഞ്ഞുകൊണ്ട് SNB മറച്ചു വെക്കുന്ന അവനെന്ന് എനിക്കറിയാം. ഏകാലം അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, നന്നായി. അല്ല, തീർന്ന അതെ, മനസ്സിലായി. ഗ്യാസ് എടുത്ത് ഗ്യാസ് ആദ്യം ഉണ്ടായിരുന്ന വണ്ടി ചോറുണ്ടോന്ന് പറഞ്ഞു. ഇവിടെ ചോറുണ്ടാൻ ഇവിടെ പോയി. ഇവർക്ക് എനിക്ക് ചോറ് വലിയ ഇഷ്ടമില്ല. ഞാൻ പോയി നൂഡിൽസൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോസിറ്റും ഭാര്യയും ഡ്രൈവറും കൂടെ വന്നു. അവർ തിരുവനന്തപുരത്തിന് പോയത്. എന്നെ ഓടിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്, അവനും ഉണ്ട്. ഭാര്യ വേറെ സ്കൂളിലല്ലേ ഓടിക്കുന്നത്, അവിടെ. അപ്പം വന്നു, ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ കാഞ്ഞിരപ്പള്ളി വന്നതല്ല, നിന്റെ പൈസ ഞാനാ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൻ സമ്മതിക്കില്ല. അതിന് മുമ്പ് അവൻ ഏറ്റുപോയി പൈസ കൊടുത്തിട്ട് വന്നു. ചേട്ടാ, വേറൊരാളോട് ഉണ്ട്. വേറെ വെളുത്തിട്ട് നല്ലപോലെ വെളുത്തിട്ട് ഒരു ഭയങ്കര സമ്മറായിട്ട് ചെയ്ത് നടക്കുന്ന ഒരു ചേട്ടനൂടെ ഉണ്ടോ? അനിയൻ ജോജിയാണോ പേരെനിക്ക്? ഇവൻ്റെ കൂടെ വന്നിട്ടുള്ളതാണോ? സ്കൂളിലൊക്കെ വന്നിട്ടുള്ള പുള്ളി സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. നല്ല ശരിക്ക് സമ്മർ ചെയ്യിച്ച നല്ല അടിപൊളിയായിട്ട്. വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നവന്മാരും ഇവിടെ ഇല്ലല്ലോ. ഒരുത്തനുള്ള ജോൺസൺ UK-യിലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷി, അവൻ അമേരിക്കയിലാണ്. പിന്നെ ഉള്ളത് ജോജി UK-യിലാണ്. അത് അവൻ്റെ ഒരു കൂട്ടുകാരനല്ലേ? ആ, നല്ല വെളുത്ത്. അത് അവൻ്റെ ഒരു കൂട്ടുകാരനാണ്. ആ, അങ്ങനെ ഒരു. അല്ല, വേറെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അത് വേറെ. അത് അവർ എറണാകുളത്താണ് താമസിക്കുന്നത്. അവൻ്റെ താറാവ്, അവന് മുട്ടക്കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടയൊക്കെ കൊണ്ടുവന്നൊക്കെ തന്നെ. ആ, എന്നാ നമ്മുടെ തലവരെ കൂടെ ഒന്ന് പറയാമോ? ഞാൻ കഥാപ്രസംഗിക്കും, നാടകമുണ്ട്, ഭയങ്കര പരിപാടികളുണ്ട്. അന്നേരം ഇവനെ ഞാൻ സ്റ്റേജിൽ കയറ്റുന്നതായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഓരോ ഫോട്ടോയിലും എന്നെ കഥാപ്രസംഗം പറയും, മറ്റേ തിരിക്കുന്ന ഒരു സാധനം, നീ തിരിക്കുമൊന്നും വേണ്ട, അതും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നാ എന്ന് പറയും. അങ്ങനെയുള്ള ഫോട്ടോ. Feel that pain, the power.
ഇതിനകത്തെ സബ് മറ്റേ സെപ്പറേറ്റ് ആമ്പ് മേടിക്കാൻ ഇതിൽ തന്നെ വെക്കാം. ആ ഇതിൽ തന്നെ ഉണ്ട്. ഇത് സബ്ബൗട്ടും 2 സ്പീക്കറും ഉണ്ട്. ഓ സബ്ബൗട്ടും ഉണ്ട്. ആ ഉണ്ട്. 12 വോൾട്ട് സപ്ലൈ കൊടുക്കാം. ഇതെന്നാ വില വരുന്നത്? 2000 രൂപ. ഇതെന്നാ യൂട്യൂബ് ചെയ്തതാണ്. അതായത് നമുക്ക് കാറയില്ല. വീഡിയോ ഈ പഴയ കാറയിലൊക്കെ വീഡിയോ മേടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ വലിയ പുള്ളിയാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി, അല്ലെങ്കിൽ പേടിക്കണ്ട. കള്ളന്മാരാണ് സൂക്ഷിച്ചാൽ ഇന്നലെ ബ്ലൂടൂത്ത് വേണം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഇവിടെ പെൻഡ്രൈവ് വേണം പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ബോക്സ് വേണം പെൻഡ്രൈവ് കൊടുക്കാം. പെൻഡ്രൈവ് വിട്ടാലും ബ്ലൂടൂത്ത് യൂസ് ചെയ്യും. പെൻഡ്രൈവിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പെൻഡ്രൈവ് വിട്ടാൽ മറ്റേ വയറ് തരാം. വയറ് കൊണ്ടുപോയിട്ട് ഇട്ടാൽ ഇതിനൊരു നീളം ഒരു ചെറിയ വയറുണ്ട് ഇങ്ങനെ നീളത്തില്ല. അതൊന്നും ഇഷ്ടമുള്ളത് കൊണ്ട് പെൻഡ്രൈവ് കൊടുക്കാം. ഇഷ്ടമുള്ളത് പണ്ടിനക്കാർ പോലും അത് സൂക്ഷിക്കും. അവരെ ഇതാണ് അതൊക്കെ 99 രൂപ. ഇത് വേണ്ട. അത് പറഞ്ഞതല്ലേ ഇച്ചിരി നല്ലത്. കണ്ടാൽ തിരിച്ചറിയത്തില്ല. പക്ഷെ നോക്കി രണ്ടും ഒന്നാണ്. കാഴ്ച ഇതിന്റെ റിപ്പയറിങ് നമുക്ക് തന്നെയുണ്ടോ? ഇതിന് ചെറിയ ആപ്ലിക്കേഷൻ മൊബൈലിൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇക്വലൈസർ ഇതെല്ലാം ചെയ്യാം. ഇതാപ്പില്ലാത്ത നമുക്ക് 4 സ്പീക്കർ ഉണ്ടെങ്കിൽ 2 സ്പീക്കർ പാനൽ ചെയ്താൽ അപ്പൊ 4 സ്പീക്കറും കൊടുക്കാം. ഒരു സബ്വൂഫറും കൊടുക്കാം. നേരിട്ട് വേണം കൊടുക്കാൻ. ബാറ്ററി കൊടുക്കാതെ മറ്റേ ഇതുണ്ടല്ലോ USB പോർട്ടുണ്ട്. അത് സിഗരറ്റ് ലൈറ്ററിന്റെ പുറകിലേ അതാണ് ആംബിയർ കിട്ടുമോന്ന് എനിക്ക് ഉറപ്പില്ല. കിട്ടുന്നുണ്ട്. അത് 12 തൊട്ട് കിട്ടും. സിഗരറ്റ് ലൈനെ കിട്ടും. അതിന് ആംബിയർ ഉണ്ട്. ഇഗ്നിഷൻ ഓൺ ആക്കും. അത് മതി. സെറ്റ് ലൈറ്റിന്റെ അതേ കൊടുത്താൽ ശരി. സെറ്റ് ലൈറ്റ് ആംബിയർ ഉണ്ടായാലേ തീ കത്തുള്ളൂ. മറ്റേ ഇതുണ്ട് ഇഗ്നിഷനേക്കാളേ ആകത്തുള്ളൂ. ഓടും ആകത്തുള്ളൂ. വേറെ ഒരു വയറിംഗ് നോക്കണ്ടായിരുന്നില്ല. നേരെ കൊടുത്താൽ വണ്ടിയായിട്ട് യാതൊരു ഒരു ബന്ധമില്ല. ആവശ്യമില്ലാത്തപ്പോൾ ഊരിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പറ്റില്ല. വോൾട്ട് കൊടുത്താൽ വരുമോ. അപ്പൊ ജെൻസി ഞാൻ ചോറിനും പോയി. ഇനി ചോറിന്റെ സോണിയുടെ 2 സ്പീക്കറുകളാണ്. സ്പീക്കർ റൗണ്ട് അല്ലേ? അതെന്നാ വിലയാവും നോക്കിയിട്ട്? 3290 രൂപ. അതല്ലാതെ വേറെ കമ്പനിയുടെ ഉണ്ടോ? സോണിയുടെ അല്ലാതെ വേറെ കമ്പനി ബ്ലൂടൂത്ത് ബ്ലൂ പങ്ക് വരുന്നു. ബ്ലൂടൂത്ത് ജർമ്മനാ. ഞാനിപ്പോ ബ്ലൂത്തണ്ട് ഇച്ചിരി വിലക്കുറവുണ്ട്. എന്റെ വെൻഡോയിലാണ് അവരുടെ ബ്ലൂത്തുണ്ട് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അവര് എന്നെ അതിനേക്കാളും ചിലപ്പോൾ ഒരു 1500 രൂപ കുറയാൻ ചാൻസ് ഉണ്ട്. 290 2 സ്പീക്കറാണ്. പക്ഷെ ഇത് മേടിച്ച് വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾ മേടിക്കുന്ന ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഈ സാധനം പോകത്തില്ല. എപ്പോഴും നമ്മൾ ചള്ളിപ്പൊളി സാധനം വെച്ചാൽ എപ്പോഴും ആ പൈസയും പോകും. പിന്നെ 4 പേര് ഇതിന് കുറേ നടക്കാൻ നേരം കാണും.
എനിക്ക് ഇവരെ കയറ്റെടുത്തോ, ഞാൻ പോവാം. എന്താണ് ഞാൻ എടുക്കുന്നത്? കൊണ്ട കാണിച്ചു എനിക്ക്. ജനുവരി 2027 വരെ 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് പോരല്ലോ, ഒരെണ്ണം വെച്ചാൽ അതിൻ്റെ മണ്ട വരണം. മണ്ട ഉണ്ടോ വെച്ചാൽ നീ ഞാൻ പറയാം മതി വരുമോ? അങ്ങനെ വരണം. ഓക്കെ അപ്പോൾ കറക്റ്റാണ്. ഒന്ന് ഞെക്കിക്ക്. ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് വെച്ച് നല്ലപോലെ കെട്ടിയെടുക്കണം സ്പീക്കർ വെച്ചിട്ട്. ഒരെണ്ണോടെ വെച്ചോ, തിരുവനന്തപുരത്തിന് പോകുന്നതല്ലേ, എന്നാ വെച്ച് കുത്തിയാലും നമ്മുടെ സ്പീക്കർ പോകുന്നു. എന്നാ സബ്ബൂഫർ പോയി കാണിച്ചു കൊടുക്കുക. എനിക്ക് ആ പെട്ടിക്കകത്ത് തട്ടൊക്കെ എനിക്ക് കണ്ടോ, ഡബിൾ തട്ട് വെട്ടിയാ, അത് വില കൂടിയ വെട്ടിയാ. മേളിത്തട്ട്, താഴെത്തട്ട്, അടി ഡബിൾ ഫോള്, ഇങ്ങനെയുള്ള പെട്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എലി കയറി മണ്ട കൂട് കൂട്ടാം, താഴെ കൂട്ട് കൂട്ടാം. ഒരു 2 ഫാമിലിക്ക് എലിക്ക് താമസിക്കാനുള്ള 2 തട്ടുള്ള പെട്ടിയാണ്. റിസോർട്ട് മേളിലും താഴെയും താമസിക്കാം ഫാമിലി. അതെ എന്നാ വണ്ടിക്കകത്ത് എൻ്റെ മാനറ്റ് പോയത്, എൻ്റെ സീറ്റ് ബെൽറ്റായി എത്ര നാളായിട്ട് ഇരിക്കുവാടേ. ഇവനെ ഇത് കണ്ടുപിടിച്ചു കേട്ടോ, ഇവൻ തപ്പുകയല്ല. ഡിറ്റക്റ്റീവ് കണ്ടുപിടിച്ചു. അതിന് വണ്ടി കഴിയുമെന്ന് ഓർത്തോണം ജിൻസി. എന്നിട്ട് അവന്മാര് കണ്ടുപിടിച്ചു. ബംഗാളിയാളെ. ആർക്കാ? അതെയോ? ഭയങ്കര സ്പീഡാണോ? എവിടെയാ നീ പണിയുന്ന കണ്ടവൻ? മേസ്തിരിപ്പണി. പേടി പറഞ്ഞ സാമാന്യ ഒരു ബുദ്ധി വേണേ. അവൻ തുളയിലും KREയുടെ AC പോലും തണുപ്പില്ലായിരുന്നു. അല്ല, ബന്ധുക്കാരനാന്ന് പറഞ്ഞ ഒരുത്തം വന്ന കണ്ടോ? ബന്ധുക്കാരൻ ആർക്ക് വിട്ടുവീഴ്ച ചെയ്താലും അവൻ പൈസ അറിയാലോ. പിന്നെ അതുകൊണ്ട് വിട്ടുവീഴ്ചപ്പണി നിർത്തി. അങ്ങനെയല്ലടാ, നമ്മളൊരു ജോലി ചെയ്തിട്ടാണ് പൈസ ചോദിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് പൈസ ചോദിക്കുമ്പോൾ ആ പൈസ പറ്റിച്ചിട്ട് പോകുന്നവനെന്ന് പറഞ്ഞാൽ അവൻ എന്നാ ചെറ്റയാ. അന്തസ്സുള്ള ആരെങ്കിലും പണിയെടുത്തോണ്ട് ജോലി കൊടുക്കുക, പൈസ കൊടുക്കാതിരിക്കും. എന്നനുസരിച്ചുള്ള സാധനം കൊടുത്ത് ഇവൻ എനിക്ക് കാശ് തരേണ്ട അവസ്ഥയാണ് എനിക്ക്. പിന്നെ അവൻ നന്നായി വരുമ്പോൾ ഞാൻ അവനെല്ലാം കൂടെ കൂട്ടി കൊടുക്കും. ചുറ്റും ഒട്ടിച്ചോ മനേൻ്റെ ചുറ്റും?
ഇങ്ങനെ ചുമ്മാ ഒട്ടിച്ചാൽ മതി ഇങ്ങനെ റൗണ്ടില് ആ ആ എഴുത്തിന്റെ മേളിൽ കൂടെ. ആ അത് ഓ, കയറിപ്പായിരിക്കാനും. ഫോൺ നമ്പറിൻ്റെ മുകളിൽ കൂടെ കസ്റ്റമറുടെ ഫോൺ നമ്പർ ആ വെള്ളം ഞാൻ വെള്ള ഗ്ലാസ് ഇത് കുടിച്ചില്ല കൊച്ച്. കുടിച്ചു വെച്ചു. കൊടുത്തരേ. അവള് കൊടുത്തോട്ടെ, ഇച്ചിരി കുടിച്ചു. ഇല്ല, ആ തണുപ്പ് കാരണം ആണോ എന്ന് അറിയത്തില്ല. പിന്നെ എവിടെ തണുപ്പ്? ശരിക്കും 5 ലിറ്റർ വെള്ളം ഒരാൾ കുടിക്കണമെന്നാണ് പറഞ്ഞത്. 5 ലിറ്റർ. ആ രാവിലെ എനിക്ക് വെള്ളം കുടിക്കണം. എന്നാ പറഞ്ഞാൽ നമ്മളത് വലുത് വെച്ചാൽ വെറുതെ ഹലോ. കാപ്പി കുടിക്കുന്ന ആ സുഖം വേറെ. തെറ്റിപ്പോയ കഥ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളോട് പ്രത്യേകം സൂക്ഷിച്ചോണമെന്ന് അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചോണം. കാരണം നിൻ്റെ 1 മാസം ശമ്പളം പോവും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിച്ചോണം മുറുക്കുമ്പോൾ. പുള്ളി പണ്ട് മുറുക്കിയതാ, പൊട്ടിപ്പോയ കഥ പുള്ളി ഇട്ടിട്ടുണ്ട്. പേടിച്ചോ? പേടിക്കാനല്ല, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അറിയോ, സർക്കാർ എപ്പോഴും പറയാറുണ്ട്, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. ആ, ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ? ജീവിതം മൊത്തം ഭയമല്ലേ. പക്ഷെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയത്തിന് ആവശ്യമില്ല. ഒന്നര ഇടവിട്ട് ചെയ്താൽ മതി. നീ അവിടെ സ്വസ്ഥമായിട്ട് ആ കസാരയിലിരുന്ന് തെന്നാതെ വളരെ വൃത്തിയായിട്ടിരുന്ന് ചെയ്യുക. നിന്ന് ചെയ്യുന്നതിന് സേഫ് കസാരയിരുന്ന് ചെയ്യുമായിരിക്കും. തെന്നിപ്പോരുത്. വരൂ തിരുമേനി. ജിൻസി അടിയൻ. ആ, നിന്റെ ജാതിയും ഭൂതവും ഭാവിയും എല്ലാം വേണ തിരുമേനി പറയും. നീ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന്. അതെ 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 അതെ. ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴും എങ്ങോട്ടാ രക്ഷപ്പെടുന്നതെന്ന്. അത് ഊഫറിന് 5,990. ആ, സോണിയുടെ. ഇത് തിരുവനന്തപുരത്ത് ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാണ്. ഫുൾ സെറ്റ് ചെയ്ത് കൊറിയർ അയച്ചു കൊടുക്കാൻ. ആ, അതോടെ തന്നെ കിട്ടിയാൽ മതി. ഇപ്പം തൃശ്ശൂർ പറഞ്ഞപ്പോൾ അയക്കാൻ റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. പുറത്തോട്ട് ഇപ്പോൾ ബോംബെ, ഡൽഹി, കഴിഞ്ഞ ദിവസം പൂന എല്ലാം കഴിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ആൾക്കാർക്ക് വിശ്വസിച്ച് മേടിക്കാത്ത ഒരു മടി കാരണമാണ് അവർ മേടിക്കാത്തത്. നമ്മളോട് മേടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സോണി ഇന്ത്യ എന്ന് ഡയറക്റ്റ് ബില്ലടിപ്പിക്കുന്ന സാധനമാണ്. നമുക്ക് അതിനകത്ത് പിന്നെ പേടിക്കാനില്ല. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്കൊരിക്കലും. വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരിക വീഡിയോ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഇത് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാം. വേണ്ടവർക്കെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.